വെള്ളരിക്കയും കുമ്പളങ്ങയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. വെള്ളരിക്കയും കുമ്പളങ്ങയും ഒരേ അളവിൽ തന്നെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ട് 2 പച്ചമുളകും കീറിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. 1-2 വിസിൽ കേൾക്കുമ്പോഴത്തേന് വെന്തിരിക്കും. അത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ, ജീരകം, ഒരു പച്ചമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ. അധികം എരിയില്ലാത്തൊരു കറിയാണിത്, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തത്. അത്രയും കൂടെ അരച്ചെടുക്കുക. അത് അരയ്ക്കുന്ന സമയം കൊണ്ട് അപ്പോഴേക്കും മറ്റത് അത് വെന്തിട്ടുണ്ടാകും. അതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരച്ചത് അരപ്പും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഒരുപാട് കൂടി പോകേണ്ട വെള്ളം, അത്ര ലൂസായിട്ടുള്ളൊരു കറിയല്ല, തീരെ കട്ടിയാവരുത്. അപ്പോൾ ആവശ്യമുള്ള വെള്ളം എല്ലാവർക്കും അറിയാമല്ലോ അളവൊക്കെ. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അധികം തിളയ്ക്കാറാകുമ്പോഴത്തേനും ഒപ്പിക്കുക. പിന്നെ താളിച്ചൊഴിക്കുക. താളിക്കാനായിട്ട് കടുക്, കറിവേപ്പില, വറ്റൽമുളകാണ് വേണ്ടുന്നത്. ഞാനിപ്പം വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ചതച്ച മുളക് എടുത്തതുകൊണ്ടാണ് ഈ കളറ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ എരി കൂടാൻ സാധ്യതയുണ്ട്. അത് വറ്റൽമുളകായിരിക്കും നല്ലത്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അതില്ലായിരുന്നത് കൊണ്ടാണ് അതെല്ലാം പൊടിച്ച് വെച്ച് അത് പൊടിച്ച് പോയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.